بسم الله الرحمن الرحيم الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ത്വലാഖുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഏതെല്ലാം വാചകങ്ങൾ പറഞ്ഞാൽ ത്വലാഖ് സംഭവിക്കും എന്നതും വ്യക്തപദങ്ങളുണ്ട് എന്നും അവ്യക്ത പദങ്ങളുണ്ട് എന്നും അവ്യക്ത പദങ്ങൾ ത്വലാഖ് സംഭവിക്കും ത്വലാഖ് കരുതിയാൽ എന്നും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. പലരും ദേഷ്യത്തോടെയൊക്കെ ത്വലാഖ് ചെയ്തിട്ടും വീണ്ടും ഭാര്യയെപ്പോലെ അവരോട് പെരുമാറി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് കാണുന്നുണ്ട്. അത് ഹറാമാണ്. ഒരിക്കലും തന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. ത്വലാഖ് ദേഷ്യത്തിൽ സംഭവിച്ചാലും ത്വലാഖ് പോകും. 3 തലാഖ് വരെ ചൊല്ലുന്നവർ ഉണ്ട്. അത് ഗവൺമെന്റ് ശിക്ഷിക്കുകയും ചെയ്യും എന്നതുകൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് ത്വലാഖുമായി നാം ഒരിക്കലും കളിക്കാൻ പാടില്ല. ത്വലാഖ് കൊണ്ട് കളിച്ചിട്ട് വീണ്ടും ത്വലാഖ് ദേശത്തിൽ വന്നുപോയി വീണ്ടും അവരുമായി ബന്ധപ്പെടുന്നത് വ്യഭിചാരമായി മാറും, ഹറാമായി മാറും, തിന്മയായി മാറും, കുറ്റകരമായി മാറും. കാരണം അവർ ഭാര്യയല്ലാതെ ആയിട്ടുണ്ട് എന്നതും ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയിരുന്നു. ഇന്നിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ത്വലാഖ് ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ ചില ത്വലാഖ് നിർബന്ധമായ ത്വലാഖുണ്ട്, സുന്നത്തായ ത്വലാഖുണ്ട്, ഹലാലായ ത്വലാഖുണ്ട്, ഹറാമായ ത്വലാഖുണ്ട്, കറാഹത്തുള്ള ത്വലാഖുണ്ട്. 5 ഹുക്കുമുകളും ത്വലാഖിൽ വരും. ആദ്യം കറാഹത്തായ ത്വലാഖ് എപ്പോഴാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. കറാഹത്തായ ത്വലാഖ് ഒരു കാരണവുമില്ലാതെ ഭാര്യയെ ത്വലാഖ് ചെല്ലൽ കറാഹത്താണ്. ഒരു കാരണവുമില്ലാതെ ഭാര്യയെ ത്വലാഖ് ചെല്ലൽ കറാഹത്താണ്. അതാണ് സാധാരണ നിലക്ക് ഒരു കാരണമൊന്നുമില്ലാതെ ഭാര്യയെ ത്വലാഖ് ചെല്ലുന്നത്. ഏത് കാരണം? ശറഅ് അനുവദിച്ച കാരണങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ആ കാരണങ്ങളില്ലാതെ ത്വലാഖ് ചെല്ലൽ കറാഹത്താണ്. അതിന്റെ തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വലാഖിനെ പറ്റി പറഞ്ഞത് അബ്ഗളുൽ ഹലാൽ ഇലല്ലാഹ് അത്വലാഖ്. അല്ലാഹുവിലേക്ക് ഏറ്റവും ദേഷ്യമായ കാര്യമാണ് ത്വലാഖ്. ഏറ്റവും ദേഷ്യമായ കാര്യമാണ് ത്വലാഖ്. അപ്പൊ അള്ളാഹ്ക്ക് ദേഷ്യമുള്ള കാര്യമാണ് ത്വലാഖ് ചെല്ലുക എന്നത്. കാരണമില്ലാതെ ത്വലാഖ് ചെല്ലുക എന്നത് അള്ളാഹ്ക്ക് ദേഷ്യമാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുകൊണ്ട് അത് വിരോധിക്കപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് കാരണമില്ലാതെ സാധാരണ നിലക്ക് നീ പറയാൻ പോകുന്ന സ്ഥലങ്ങൾ ഹറാമാകുന്ന സ്ഥലങ്ങളുണ്ട്, മന്ദൂബാകുന്ന സ്ഥലങ്ങളുണ്ട്, പൊതു ഹലാലാകുന്ന സ്ഥലങ്ങളുണ്ട്, വാജിബാകുന്ന സ്ഥലങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ പൊതുവെ കറാഹത്താണ് ത്വലാഖ് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി ത്വലാഖ് ഹറാമാകൽ എപ്പോൾ, അത് നമ്മൾ പഠിക്കണം. ത്വലാഖ് ഹറാമാകുന്ന സന്ദർഭങ്ങൾ. ഒന്ന്, മെൻസസ് സമയത്ത് ത്വലാഖ് ചെല്ലൽ ഹറാമാണ്. മെൻസസിന്റെ സമയത്ത്, ആർത്തവ സമയത്ത് ത്വലാഖ് പറയാൻ പാടില്ല. ഇദ്ദ നീളും എന്നതാണ് അതിന്റെ ഒരു കാരണം. 3 ശുദ്ധിയാണ് ഇദ്ദ, അത് നീണ്ടുപോകും. മെൻസസ് സമയത്ത് ത്വലാഖ് ചൊല്ലരുത്. അപ്പൊ ത്വലാഖിനൊക്കെ ചിലപ്പോ തീരുമാനാക്കി മീറ്റിംഗ് കൂടി ഇന്ന സമയത്ത് ത്വലാഖല്ല എന്ന് കരുതും. പക്ഷെ അങ്ങനെ ത്വലാഖ് ചെല്ലേണ്ടി വന്നാൽ മെൻസസ് സമയമല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്, അല്ലെങ്കിൽ ഹറാമാണ് മെൻസസ് സമയത്ത് ത്വലാഖ് ചെല്ലൽ. മറ്റൊന്ന്, ലൈംഗികമായി ബന്ധപ്പെട്ട ശുദ്ധിയിൽ ത്വലാഖ് ചെല്ലാൻ പാടില്ല. മെൻസസ് സമയത്ത് പാടില്ല, ശുദ്ധിയുടെ സമയം. ആ ശുദ്ധിയിൽ ലൈംഗികമായി ബന്ധപ്പെട്ട ശുദ്ധിയാണ്. അങ്ങനെയുള്ള ശുദ്ധിയിൽ ത്വലാഖ് ചൊല്ലുന്നതും ഹറാമാണ്. അപ്പൊ ത്വലാഖ് ചൊല്ലൽ ഹറാമായ 2 സന്ദർഭങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. അപ്രകാരം തന്നെ പ്രസവരക്തം ഉള്ള സമയത്തും ത്വലാഖ് ചൊല്ലുന്നത് ഹറാമാണ്. പ്രസവരക്തത്തിന്റെ സമയത്ത്. മെൻസസ് സമയം
സമയത്തും പ്രസവ സമയത്തും ത്വലാഖ് ചൊല്ലൽ ഹറാമാകൽ, ആ സ്ത്രീ നിക്കാഹിന് ശേഷം ലൈംഗിക ബന്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു സ്ത്രീയെ മെൻസസ് സമയത്തും നിഫാസിന്റെ പ്രസവരക്തം വരുന്ന സമയത്തും ത്വലാഖ് ചെല്ലാൻ പാടില്ല. ഒരു സ്ത്രീയുടെ നിക്കാഹ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇതുവരെ ബന്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഭാര്യ ഭർത്തൃ ലൈംഗിക ബന്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെയുള്ള സ്ത്രീ ആണെങ്കിൽ മെൻസസ് സമയത്ത് ത്വലാഖ് ചൊല്ലുന്നത് ഹറാമില്ല എന്ന് മനസ്സിലാക്കാം. നിഫാസ് സമയത്തും അവിടെ ഹറാമില്ല. ലൈംഗിക ബന്ധങ്ങൾ നടന്ന സ്ത്രീയുടെ മെൻസസിന്റെ സമയത്ത് ത്വലാഖ് ചൊല്ലാൻ പാടില്ല എന്ന് മനസ്സിലാക്കണം. അതെന്താ? അത് ലൈംഗികമായി ബന്ധങ്ങളൊന്നും നടക്കാത്ത ഒരു സ്ത്രീയെ നിക്കാഹ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ലൈംഗിക ബന്ധങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല, ത്വലാഖിന് വെച്ചു, അവിടെ ത്വലാഖ് ചൊല്ലുമ്പോൾ മെൻസസ് ഉണ്ട് എന്നതുകൊണ്ട് പ്രശ്നമല്ല. കാരണം ലൈംഗിക ബന്ധമില്ലാത്ത നിക്കാഹ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അങ്ങനെയുള്ള പെണ്ണിന് ത്വലാഖ് ചൊല്ലിയാൽ ഇദ്ദ ആവശ്യമില്ല. ലൈംഗികമായി ബന്ധപ്പെട്ട് നടന്നതിന് ശേഷം ത്വലാഖ് ചൊല്ലുമ്പോൾ മാത്രമേ ഇദ്ദയുള്ളൂ. ബന്ധം ഇല്ലാത്ത പെണ്ണിന് ത്വലാഖ് ചൊല്ലിയാൽ, നിക്കാഹിന് ശേഷം ത്വലാഖ് ചൊല്ലിയാൽ ഇദ്ദയില്ല. അതുകൊണ്ട് ഇദ്ദയുടെ കാരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ബന്ധം നടന്നതിന് ശേഷം മെൻസസ് സമയത്തോ നിഫാസ് സമയത്തോ ത്വലാഖ് ചൊല്ലാൻ പാടില്ല. അതുപോലെ ശുദ്ധി സമയത്തും പാടില്ല. എപ്പോൾ? ആ ശുദ്ധിയിൽ ലൈംഗിക ബന്ധം നടന്നിട്ടുണ്ടെങ്കിൽ ശുദ്ധി സമയത്തും പാടില്ല. അപ്പൊ ഹറാമായ 3 സ്ഥലങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ത്വലാഖ് ചെല്ല് ബിദഈന്റെ ത്വലാഖ് എന്നാണ് ഈ ത്വലാഖിന്റെ പേര് എന്നുകൂടി നാം മനസ്സിലാക്കുക. ഇപ്പൊ കറാഹത്തുള്ള സമയം പറഞ്ഞു, സാധാ സമയത്ത് കറാഹത്ത, വലിയ കാരണമൊന്നുമില്ല, അങ്ങനെയുള്ള സമയത്ത് കറാഹത്ത. ഇനി ഹറാം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഹലാലാവലെപ്പളാ? കറാഹത്തുമില്ല, കറാഹത്ത് പറഞ്ഞു, ഹറാമ് പറഞ്ഞു, ഇനി ഹലാലാവല്, കറാഹത്തൊന്നും ഇല്ലാതെ ഹലാലാവല്. ആ സ്ത്രീയിലേക്ക് ഇവൻക്ക് ഒരു സന്തോഷം തോന്നുന്നില്ല, ഒരു ചാച്ചില് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവള് ത്വലാഖ് ചൊല്ലൽ, ചാച്ചില് വരുന്നില്ല, ആ സ്ത്രീയുമായി ഒരു സന്തോഷം വരുന്നില്ല, ആ സ്ത്രീയോട് താല്പര്യം വരുന്നില്ല, എങ്കിൽ അവിടെ അവള് ത്വലാഖ് ചൊല്ലൽ ഹലാലാണ്, കറാഹത്ത് ഇല്ല. അല്ലാത്ത നിലക്കാണ് നേരത്തെ കറാഹത്ത് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് സുന്നത്താകണ ഘട്ടങ്ങളൊന്ന് പരിശോധിക്കാം. ത്വലാഖ് ചൊല്ലൽ സുന്നത്തുള്ള ഘട്ടങ്ങളുണ്ട്. പണ്ഡിതന്മാര് പറഞ്ഞു, അവൾക്ക് നൽകേണ്ട അവകാശങ്ങൾ, അവൾക്ക് നൽകേണ്ട ചെലവുകള്, അവൾക്ക് നൽകേണ്ട വസ്ത്രങ്ങള്, അവൾക്ക് നൽകേണ്ട ഹക്കുകൾ പലതുമുണ്ടല്ലോ. ആ ഹക്കുകൾ വീട്ടാൻ ഇവൻക്ക് സാധിക്കില്ല എന്ന് ഇവൻക്ക് സാധിക്കാതിരിക്കലിനെ പേടിച്ചാൽ, അപ്പൊ ഇന്ന് അവളെ ഇവിടെ നിർത്തിയാൽ അവൾക്ക് നൽകേണ്ട ഹക്കുകളൊന്നും വീട്ടാൻ ഇസ്ലാം പഠിപ്പിച്ച ഹക്കുകളുണ്ട്. ഭക്ഷണം, ചെലവ്, അതുപോലെ വസ്ത്രം, വീട്, അതുപോലെ നല്ല നിലക്ക് ഇണങ്ങി ജീവിക്കുക, അതൊന്നും ഇവർക്ക് സാധ്യമല്ല എന്ന് മനസ്സിലായാൽ അവിടെ ത്വലാഖ് ചൊല്ലി അവൾക്ക് വേറെ ഭർത്താവിനെ നോക്കിക്കോട്ടെ, അത് സുന്നത്താണ്. മറ്റൊന്ന്, അവള് വ്യഭിചാരം പോലെയുള്ള തിന്മകളിലേക്ക് പോകുന്ന പെണ്ണാണ്, അപ്പോൾ ഇവൻക്ക് അവളെ കൂടെ നിൽക്കാൻ സാധിക്കുന്നില്ല, വ്യഭിചാരിയായ പെണ്ണാണ്, അവൾ തമ്മാടിയായ പെണ്ണാണ്. അങ്ങനെയുള്ള പെണ്ണാണെങ്കിൽ അവിടെ ഇവൻക്ക് അവളെ നിയന്ത്രിക്കാൻ കഴിയാത്ത നിലക്കാണെങ്കിൽ ത്വലാഖ് ചൊല്ലുന്നത് സുന്നത്താണ്. മറ്റൊന്ന്, സ്വഭാവ ദൂഷ്യം കൊണ്ട് ഒരിക്കലും അവളുമായി ക്ഷമിച്ചു പോകാൻ സാധിക്കുന്നില്ല, അത്രയും സ്വഭാവ ദൂഷ്യമാണ്. ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഏത് സ്ത്രീകളിൽ നിന്നും പുരുഷന്മാർക്ക് ഉണ്ടാകാം, അതൊക്കെ ക്ഷമിക്കേണ്ടതാണ്. കാരണം ചില പണ്ഡിതന്മാര് പറഞ്ഞു, സ്വഭാവം കേട് ഇല്ലാത്തൊരു പെണ്ണ് കറുത്ത കാക്കകൾക്കിടയിലെ വെളുത്ത കാക്കയെ പോലെയാണെന്ന് പറഞ്ഞത് കാണാം. ഫത്ഹുൽ മുഈൻ തന്നെ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ സഹിക്കാൻ കഴിയാത്ത സ്വഭാവ ദൂഷ്യമുണ്ടെങ്കിൽ അവിടെ ത്വലാഖ് ചെല്ലൽ സുന്നത്താണ്. അപ്പൊ ത്വലാഖ് ചെല്ലൽ സുന്നത്തുള്ള 3 സമയങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇവൻക്ക് അവളുടെ ഹക്കുകൾ വീട്ടാൽ ഇവൻക്ക് കഴിയുന്നില്ല, അസാധ്യമായി, പ്രയാസമായി, ഇവൻക്ക് ഭയമുണ്ട്. മറ്റൊന്ന്, അവൾ ചാരിത്രശുദ്ധി ഇല്ലാത്തവളാണെങ്കിൽ ത്വലാഖ് ചെല്ലേണ്ടി വന്നാൽ ത്വലാഖ് ചെയ്തൊഴിവാക്കാം. മറ്റൊന്ന്, അവളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല, ക്ഷമിക്കാൻ കഴിയുന്നില്ല, അങ്ങനെയാകുമ്പോൾ. ഇനി നിർബന്ധമായ ത്വലാഖ് ഉണ്ട്. ഇതിപ്പോ സുന്നത്തായ ത്വലാഖ് 3 സമയം പറഞ്ഞു. നിർബന്ധമായ ത്വലാഖ് എപ്പോഴാണ്? നിർബന്ധമായ ത്വലാഖ് ഒരാൾ 4 മാസത്തിൽ കൂടുതൽ 4 മാസം ഞാൻ ഈ പെണ്ണിനെ വത്ത് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ പെണ്ണിനെ ലൈംഗികമായി ഉപയോഗിക്കില്ല, അവളെ ഞാൻ ബന്ധപ്പെടില്ല എന്ന് പറഞ്ഞു. എങ്കിൽ അവിടെ 4 മാസമായിട്ടും ആ സത്യം ചെയ്ത് പറഞ്ഞത് അവൻ അങ്ങനെ നിലനിർത്തുകയാണെങ്കിൽ 4ാമത്തെ മാസം അവനോട് ത്വലാഖ് ചൊല്ലിപ്പിക്കണം. അവൻ ഇനിയും വത്ത് ചെയ്യുന്നില്ലെങ്കിൽ അവനെ നിർബന്ധിപ്പിച്ച് ത്വലാഖ് ചെല്ലിപ്പിക്കേണ്ടതാണ്. ഇങ്ങനെ സത്യം ചെയ്തെടുത്ത് ഞാൻ ഈ ഭാര്യയുമായി ഇനി മുതൽ 4 മാസം ലൈംഗികമായ ഒരു ബന്ധവും ഉണ്ടാവുകയില്ല എന്ന് സത്യം ചെയ്തു. അങ്ങനെ 4 മാസമായിട്ടും അങ്ങനെ ബന്ധപ്പെടാതെ നടക്കുകയാണെങ്കിൽ, അവൻ ഇനി അവളുമായി ബന്ധപ്പെടുന്നില്ലെങ്കിൽ കോടതി ഇടപെട്ടുകൊണ്ട് നിർബന്ധമായും ത്വലാഖ് ചൊല്ലിപ്പിക്കുകയോ അല്ലെങ്കിൽ അവൻ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ അവനോട് പറയുകയോ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ അവിടെ ത്വലാഖ് നിർബന്ധമാകുന്ന ഘട്ടമാണ്. ഇതാണ് ത്വലാഖ് ചൊല്ലുന്നതിന്റെ നിയമങ്ങൾ. വാജിബുണ്ട്, മന്ദൂബുണ്ട്, ഹലാലുണ്ട്, ഹറാമുണ്ട്, മക്രൂഹുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് കുറെ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അതെല്ലാം നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ത്വലാഖുമായി ബന്ധപ്പെട്ട്, ഇദ്ദയുമായി ബന്ധപ്പെട്ട്, 3 ത്വലാഖുമായി ബന്ധപ്പെട്ടൊക്കെ ഇനിയും സംസാരിക്കാനുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.